പക്ഷേ ആണും പെണ്ണും ഇടകലരുന്നതിന് ഈ ഇസ്ലാം എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത്? അതിന് ഇപ്പോൾ AP വിഭാഗത്തിൻ്റെയൊക്കെ നിലപാട് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾക്കിടയാക്കുകയാണ് ചെയ്യുന്നത്. CPM അടക്കം അതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ചില നേതാക്കൾ ഇപ്പോൾ ലീഗ് അടക്കം സമസ്തയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അബൂബക്കറിന്റെ മുസ്ലിയാറിന്റെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട്. ഈ മതം ഇല്ലാത്ത ആളുകൾ മതവാദികളെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മതവാദികളുണ്ടാകാം, മതവിരുദ്ധവാദികളുണ്ടാകാം, മതേതരവാദികളുണ്ടാകാം, പലരും ഉണ്ടാകും. അവരൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അഭിപ്രായം പറയും. അതിൽ കലാപം ഉണ്ടാക്കിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് ഈ സമൂഹമാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ ഒരു ലോകത്ത് മാത്രമല്ലല്ലോ ജീവിക്കും. അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഫർക്കയില്ല കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട്. പാകിസ്ഥാനിലൊക്കെ പോയിരുന്നു സംസാരിക്കാതെ, പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു കഥയില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രവിശ്യയില്ല. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പോലും മുസ്ലിങ്ങളുടെ ഒന്നും അല്ല. പലരും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനകത്ത് എത്രയോ ഹിന്ദുക്കളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും മറ്റ് മതസ്ഥരായിട്ടുള്ള മനുഷ്യരും ഒക്കെ ജീവിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇടകലർന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം എല്ലാവരും നടത്തും. ആവശ്യമുള്ളത് സ്വീകരിക്കുക, ഇല്ലാത്തത് തള്ളുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മതനിഷേധികൾ എന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ നടക്കുന്നത് ചോദിക്കേണ്ട കാര്യമില്ല. അത് പള്ളിയിൽ പോയി ചോദിച്ചാലും മതി. പുറത്ത് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉയർന്നു വരും. ചിലപ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നതായിരിക്കും, ചിലപ്പോൾ സ്വീകരിക്കപ്പെടാത്തതായിരിക്കാം. സ്വീകരിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ഇല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ എടുക്കാവുന്ന നിലപാട് എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നാൽ ഇസ്ലാം തകർന്നു പോകും എന്നാണ് അവർ. അതെങ്ങനെയാണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിലനിൽക്കുന്നത് തന്നെ സ്ത്രീയും പുരുഷനും ഇടപെടുന്നതിൻ്റെ ഫലമായിട്ടാണ്, ഇടകലർന്നതിൻ്റെ ഫലമായിട്ടാണ്, അതിലൂടെയുള്ള പ്രത്യുൽപാദനത്തിലൂടെയാണ് ഈ ലോകത്തൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ല, അതങ്ങനെ തന്നെ. പക്ഷേ മൂല്യങ്ങൾ തകർന്നു പോകും. ചില മൂല്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഇതിനകത്ത് അവർക്ക് എന്ത് ചെയ്യാം, സൗകര്യപ്രദമായിട്ടുള്ള ഒരു രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തായിട്ട് ഇടകലരുക എന്ന് പറയുന്ന പ്രക്രിയ ഒഴിവാക്കി ഒരു മതത്തിനും ജീവനില്ല എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് പുതിയ ജനറേഷൻ ഉണ്ടാവണം? ജനറേഷൻ ഉണ്ടാവില്ല. പുതിയ ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ ഇടകലരുടെ ആവശ്യമാണ്. അങ്ങനെ ഇടകലർന്നാണ് പുതിയ ജനറേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവന്റെ ഒക്കെ രാഷ്ട്രീയം നിലനിർത്തുന്നതിന് വേണ്ടി ഇടക്കിടക്ക് ഇവന് ഇറങ്ങി വന്ന് പ്രസ്താവന നടത്തുന്നു എന്നല്ലാണ്ട് ഇതിലൊരു പ്രത്യേകത നമ്മൾ കാണുന്നില്ല. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ അല്ലെങ്കിൽ സമസ്തയുടെ പ്രസ്താവനയെ പിന്താങ്ങിക്കൊണ്ട് വരുന്നത് മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് മതവാദികളാവേണ്ട പ്രസ്ഥാനമാണോ, രാഷ്ട്രീയ പ്രസ്ഥാനമാണോ, എന്താണ്? ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ മതഭൂരിപക്ഷം മതിയെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ഈ BJP-കാരും RS-കാരും ഒക്കെ പറയുന്നവരെ എന്ത് ചെയ്യേണ്ടി വരും? പാകിസ്ഥാനിലേക്ക് തന്നെ പറഞ്ഞയക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ വരുന്നത്. കാരണം മതഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷം. അപ്പൊ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്, അവരാണ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളൊക്കെ പറയുന്നത് എന്താണ്? അത് ശരിയല്ലെന്നാണ്. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം, ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മതഭൂരിപക്ഷമല്ല, ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ. അത് പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ്, രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ട. സമസ്തയുടെ AP വിഭാഗമൊക്കെ മുസ്ലിങ്ങളെ വലിയ രീതിയിൽ അവരുടെ മഹല്ലുകളെയും അതോടൊപ്പം തന്നെ മദ്രസകളുടെയൊക്കെ വലിയൊരു മദ്രസ നേതൃത്വം എടുക്കുന്ന ആളുകളാണ്. വലിയ സ്വാധീനമുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഇവരുടെയൊക്കെ നിലപാടുകൾക്ക്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കൊക്കെ, മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ. ഈ മഹാരാഷ്ട്രയിലെ ഒരു BJP MP ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദ പ്രസ്താവന നടത്തിയത് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നായിരുന്നു. ഇത്തരം പരാമർശങ്ങൾ മതനേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുമ്പോൾ അത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ ശരി വെക്കുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ തന്നെ തോന്നേണ്ടി വരുമോ? അല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നത്.
മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഹിന്ദുക്കളിലുള്ള ഫണ്ടമെൻ്റലിസ്റ്റുകൾ അവരുടെ അഭിപ്രായങ്ങളും പ്രസൻറ്റ് ചെയ്യും. അങ്ങനെയാണ് കേരളം ഒരു മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന അഭിപ്രായ പ്രകടനം BJPക്കാർ മഹാരാഷ്ട്രയിൽ നിന്ന് നടത്തിയത്. അത് മാത്രമല്ല, നമുക്കറിയാം വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർന്ന സമയത്ത് അത് പാകിസ്ഥാനാണ് എന്ന് BJPക്കാർ പറയണ്ടായി. അപ്പോൾ ഈ BJPയുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഒരു വശമാണ് സമസ്തയുടെ അഭിപ്രായമായിട്ട് വരുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും മതവർഗീയതയുടെ ഭാഗമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. അവർക്ക് അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്താം. അതോടൊപ്പം അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. ആ സമൂഹത്തിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ ഈ മുസ്ലിം സമൂഹം ഇപ്പോഴും പല ഘട്ടങ്ങളിലും സ്ത്രീകളെ പൊതുവേദിയിലോ പൊതു സംവിധാനത്തിലോ വരുത്തുന്നതിന് സഹായകരമായ നിലപാടെടുക്കുന്നവരല്ല. മുസ്ലിം പള്ളികളിൽ തന്നെ സ്ത്രീകൾക്ക് മറ്റ് മതങ്ങൾക്കുള്ളത് പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം ലഭ്യമല്ലല്ലോ. നമ്മൾ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് സ്ത്രീകൾ ഒഴുകുന്നതാണ്, അതുപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് സ്ത്രീകൾ പോകുന്ന, മുസ്ലിം പള്ളികളിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ പരിപാടികളിൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യമില്ല, ആ പരിപാടികളിലില്ല. അതേപോലെ നേരത്തെ കുട്ടികൾ പഠിക്കണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞു നടന്നിരുന്നവരാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്. ഇപ്പൊ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പറയുന്നതല്ലേ പെൺകുട്ടികൾ പഠിക്കേണ്ടതായിരുന്നു, നിങ്ങൾ പഠിക്കാനുള്ളതല്ല, പക്ഷേ പിന്നെന്തിനുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെറാനുള്ളതാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ഈ എന്തിനു പെറണത് ഇവനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഈ മുസ്ലിമിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ മുസ്ലിമിനെ നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പുതിയ ഇസ്ലാം ഉണ്ടാകുന്നത്. ഈ പെണ്ണുങ്ങളില്ലെങ്കിൽ അതുണ്ടാവില്ലല്ലോ. ചില ഇസ്ലാമിക മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് കേരളത്തിൽ. അവിടെ നിന്നൊക്കെ ഈ കുട്ടികളുടെ മാർക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ ഫോട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്യുമല്ലോ. അത് വലിയ വൈറലാവാറുണ്ട് അത്തരം ഫോട്ടോകൾ. കാരണം സ്ത്രീകളുടെ ഒന്നും കുട്ടികളുടെ ഒന്നും മുഖം കാണില്ല, എല്ലാം മറച്ചു വെച്ചിട്ടാണ്. പേരുണ്ടാവും, മുഖം കാണില്ല. ഇത്രാം റാങ്ക്, ഇയാൾക്ക് ഇത്രാം റാങ്ക്. അല്ല, അതൊക്കെ തമാശകളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയും മനുഷ്യർക്ക് ഈ കാലഘട്ടത്തിലും ജീവിക്കാം എന്നതിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. മനസ്സിലായി? ഇവരെല്ലാം വളരെ പ്രാകൃത ജീവികളാണ്. അവർ മുസ്ലിങ്ങളാണ് എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു വിഷയമൊക്കെ വരുമ്പോൾ ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ നിന്നുള്ളൊക്കെ ആളുകളൊക്കെ പ്രതികരിക്കുന്നതാണ്. അതായത് നമുക്കൊരു 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ മുഖം മറച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം സ്ത്രീകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് മേഖലകളിലൊക്കെ ഇത്തരം ആളുകൾ രൂപപ്പെട്ടു തുടങ്ങി. അല്ല, അത് സംഘടിത മതം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രാകൃതവൽക്കരണത്തിൻ്റെ ഭാഗം. കേരളത്തിൽ അങ്ങനെ മുഖം മറച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അതവർ അവരുടെ മതചിഹ്നമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് മുസ്ലിം, ഇതാണ് മുസ്ലിം സ്ത്രീ. അവരിങ്ങനെയാണ്. കല്യാണത്തിനൊന്നും പല സ്ഥലത്തും ഫോട്ടോ എടുപ്പിക്കില്ല. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അനിസ്ലാമികമാണ് എന്നാണ് അവർ പറയുന്നത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഭാസമാണ്. സിനിമ കാണാൻ ചിലവരെ അനുവദിക്കില്ല. സിനിമ എന്ന് പറയുന്നത് ലോകത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. അത് ഞാൻ പറഞ്ഞ താലിബാൻ്റെ മറ്റൊരു പതിപ്പായിട്ട് നമ്മളതിനെ കണക്കാക്കാൻ പാടുള്ളൂ. അതൊക്കെ ശക്തമായിട്ട് എതിർക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ CPM-ന്റെ ഒരു ലക്ഷ്യം ഹിന്ദു നവോത്ഥാനം മാത്രമാണോ? CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ കലാകാലങ്ങളായിട്ട് അവർ നടത്തി വന്നത് ഒരു ഹിന്ദു നവോത്ഥാനം മാത്രമാണോ? അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം? അല്ല, ഹിന്ദു നവോത്ഥാനത്തിൽ നല്ല രീതിയിൽ പങ്കെടുത്തിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല. പിന്നീട് അത് അവരുടെ നവീകരണ പ്രക്രിയകളൊക്കെ നടന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാന പ്രക്രിയക്ക് വിധേയമായത് അവരായിരുന്നു. പക്ഷെ പഴയ കാലത്തെ ഈ മലബാറിലെയൊക്കെ മുസ്ലിങ്ങളും അവർക്കൊപ്പം ഒക്കെ ഇങ്ങനെ നവോത്ഥാന ആശയങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് വന്നവരാണ്. ഇപ്പോഴാണത് മാറിയിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്നോ. അപ്പോൾ അങ്ങനെ സ്വാധീനമുള്ളത് അവരുടെ സമൂഹത്തിലെ പല ആളുകളെയൊക്കെ സഹായിക്കുന്നു. സഹായമാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സ്വാധീനത്തിൻ്റെ ഘടകമായിട്ട് വരും. അപ്പോൾ മുസ്ലിം വീടുകളിലേക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നക്ഷത്രങ്ങൾ ഇട്ടാൽ ആ വീട്ടുകാരെ വിളിച്ച് ഉപദേശിക്കും, ഇതിട്ട് കഴിഞ്ഞാൽ അന്യസ്ലാമികമാണ്, അയച്ചു മാറ്റുക. അവർ
അവർ പറയുന്നത് കേൾക്കുന്നവർക്കും പഴിച്ചു മാറ്റും. അപ്പം അങ്ങനെ വളരെ സംഘടിതമായിട്ടുള്ള രീതിയിൽ അന്യമതങ്ങളെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് അതുമായിട്ടൊരു ബന്ധം പാടില്ല. ഞാൻ പറഞ്ഞത് അവരുടെ ഒരു സമൂഹം ഉണ്ടാക്കി അതിനകത്ത് ജീവിക്കുന്നതാണ് നല്ലത്. മറ്റ് സമൂഹങ്ങളായിട്ട് ഇടകലർന്ന് ജീവിക്കുമ്പോൾ മറ്റ് സമൂഹങ്ങളുടേതായിട്ടുള്ള മൂല്യങ്ങൾക്കും ഒക്കെ പ്രസക്തി ഉണ്ട്. ആ പ്രസക്തി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ രാഷ്ട്രീയ അധികാരം കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ശക്തമാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ എണ്ണം കൂടുതലാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് തന്നെ 10-20 നിയോജക മണ്ഡലങ്ങളെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. അത് വർഗീയതയുടെ അടിത്തറയായിട്ട് കേരളത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇവർക്ക് ഈ കേരളത്തിലെ പൊളിറ്റിക്സിൽ സ്വാധീനം വരുന്നത്. ഇതിനെതിരെയൊന്നും പ്രതിഷേധിക്കാനോ ഒരു പ്രതിഷേധ സംഗമങ്ങൾ നടത്താനോ ഒന്നും ഇവിടുത്തെ യുവജന സംഘടനകൾക്കോ ഡിവൈഎഫ്ഐക്കോ SFIക്കോ ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി തീർന്നിട്ടില്ലേ? അല്ല, ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ആയി കഴിഞ്ഞാലും KSU ആയി കഴിഞ്ഞാലും അങ്ങനെ അതുപോലെ ABP അടക്കമുള്ള ആളുകൾ അവർക്ക് അതിലങ്ങനെ ഇടപെടുന്നില്ല അവർ എന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇടപെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മറ്റ് മതങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറേണ്ടതില്ല എന്ന ഒരു നിലപാട് പൊതുവിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആകാം എന്നാണ് ഞാൻ കാണുന്നത്. മറ്റ് താല്പര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾക്കെതിരെ വലിയ ഘോഷയാത്രകളും സമ്മേളനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഇവർക്കെതിരായി മാറും എന്നവർ കരുതുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രശ്നം. അതാണ് ഇപ്പോൾ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പ്രാകൃതവൽക്കരണത്തെ കണ്ണടച്ച് മറച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓരോ മതത്തിലെയും ജീർണതകൾക്കെതിരെ ആരാണ് പോരാട്ടം നടത്തേണ്ടതെന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ അതാത് മതങ്ങളിൽ ഉള്ള ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകളും പുരോഗമനവാദികളും ശാസ്ത്രബോധമുള്ളവരുമാണ് നടത്തേണ്ടത്. എല്ലാ മതങ്ങളിലും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ആചാര കാര്യങ്ങളിൽ മറ്റുള്ള പാർട്ടികളോ മറ്റുള്ള വ്യക്തികളോ ഇടപെടേണ്ടതില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അത് ഞങ്ങൾ നോക്കാം. അതൊക്കെ തെറ്റായിട്ടുള്ള സമീപനമാണ്. കാരണം പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് പൊതുസമൂഹത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സമുദായങ്ങൾ തയ്യാറാവണം. എന്നിട്ട് അതിൽ കൂടുതൽ സ്വീകാര്യമായത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഭിപ്രായങ്ങളുണ്ടാവും. അതിലേറ്റവും മികച്ചതേത് എന്ന് തോന്നി അതിനനുസരിച്ചിട്ട് നമ്മുടെ സമൂഹം മാറുകയാണെങ്കിൽ നല്ലതാണ്. അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരേപോലെ ബാധകമായ ഒരു കാര്യമാണ്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ആചാര രീതികളും വിശ്വാസ രീതികളും ജീവിത രീതികളൊക്കെ മാറ്റുന്നുണ്ട്. ജീവിത രീതികൾ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം മതവാദികളുടെ ഇത്തരം പ്രസ്താവനകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ അത്തരം പ്രചരണത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് ഇവർ തന്നെ ആദ്യം മനസ്സിലാക്കണം. ഈ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം പ്രസ്താവനകളോട് കൊണ്ട് തന്നെയാണ് വലിയൊരു രീതിയിൽ ആളുകൾക്ക് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത്. അങ്ങനെയാണെന്ന് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു ആയിരിക്കുക. കേരളത്തിലിപ്പോൾ അവരുടെ എണ്ണം ഒരു നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 20 നിയമമണ്ഡലങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ട് കയറി വരാം. അത്ര ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഇങ്ങനെ ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇസ്ലാമോഫോബിയക്ക് സ്കോപ്പ് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇവിടെ അതുള്ളതിൻ്റെ പേരിൽ അവർ അഹങ്കരിക്കുകയും അതിനനുസരിച്ച് അവർ വെല്ലുവിളികളൊക്കെ നടത്തുകയും ചെയ്യുന്നത് അവർക്ക് തന്നെ നല്ലതല്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം.